റായ്ബറേലി നിലനിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും രാഹുൽ പോകുന്നു. അങ്ങനെ നിർണായക AICC-യിലെ യോഗം അത് തീരുമാനമെടുത്തിരിക്കുന്നു. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനൂപ്, ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമല്ലേ? രാഹുൽ എപ്പോൾ മാധ്യമങ്ങളെ കാണും? 5 മിനിറ്റിനകം മാധ്യമങ്ങളെ കാണും. ഇവിടെ വാർത്താ സമ്മേളനത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിനകത്തേക്ക് കയറ്റി നമ്മൾ തത്സമയം ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാ മാധ്യമങ്ങളും ഇവിടെ സജ്ജമാണ്. രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു പോകാനുള്ള വാഹനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ രാഹുൽ ഖാർഗെയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, മാധ്യമങ്ങളെ കാണും. രാഹുൽ ഗാന്ധി ചുരമിറങ്ങി റായ്ബറേലിക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ഇനി പ്രഖ്യാപിക്കുക എന്ന ഒരു ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. റായ്ബറേലി നിലനിർത്താൻ ഇപ്പോഴത്തെ യോഗത്തിൽ ധാരണയായിട്ടുള്ളതാണ് വിവരം. പ്രഖ്യാപനം ഉടനുണ്ടാകും. വയനാട് വിടും രാഹുൽ ഗാന്ധി, പകരം വയനാട്ടിലേക്ക് പ്രിയങ്ക എന്നതാണ് ധാരണ. ആ പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. അത് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും റായ്ബറേലിക്ക് പോവുകയാണ്. അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്ന രാഹുൽ ഗാന്ധി വയനാട് വിട്ട് റായ്ബറേലിക്ക് പോകാൻ ഒരുങ്ങുന്നു. പ്രഖ്യാപനം ഉടൻ. അനൂപ്, എന്തായാലും നമുക്ക് മറ്റൊന്നും സംഭവിക്കില്ലായിരുന്നു. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ എന്തായാലും രാഹുലിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഇനിയുള്ള മറ്റ് തെരഞ്ഞെടുപ്പുകൾ, സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ, അവിടെയൊക്കെ തന്നെ കോൺഗ്രസിന് കുറച്ചുകൂടി ശക്തി പകരുക, അതൊക്കെ ഇന്നത്തെ യോഗത്തിലും ഒരു വിലയിരുത്തലായി വന്നു കാണുമല്ലോ. ഉറപ്പായിട്ടും. കാരണം 40 സീറ്റുകൾ UP ജയിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള ഇന്ത്യ സഖ്യ യോഗത്തിൽ അഖിലേഷ് യാദവ് വന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും അത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ 40-നപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരും ഇന്ത്യ സഖ്യത്തിന്റെ പാർട്ടികൾ പോലും പ്രതീക്ഷിക്കാത്തൊരു നേട്ടമായിരുന്നു. എന്നാൽ അതിലും മുന്നോട്ട് പോകാൻ കഴിയും ഇനിയും UP ശ്രദ്ധിച്ചാൽ എന്ന ഒരു വിലയിരുത്തൽ. രണ്ടാമത്തേത്, ഇത്തവണ കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ ബീഹാർ, ഇത്തവണ മുന്നേറ്റമുണ്ടാക്കിയ രാജസ്ഥാൻ, മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാതെ പോയ മധ്യപ്രദേശ്, ഒപ്പം തന്നെ വലിയ നേട്ടമുണ്ടാക്കിയ ഹരിയാന തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഇനിയും മെച്ചമുണ്ടാക്കാൻ കഴിയും. അതിന് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യക്ക്